ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ വീട്ടിലിരുന്ന് ബോറടിച്ചാലും നമ്മുടെ രായൻ്റെ വീട്ടിലോട്ടൊന്ന് വന്നായിരുന്നു. അപ്പം നമുക്ക് ഏതായാലും ഇവിടെ രായൻ ഉണ്ടോ നോക്കാം. അതേ ഇവിടെ തന്നെ നിൽക്കണ്ടവൻ. ഗൈസ്, എൻ്റെ വണ്ടി ഞാൻ പിന്നെ ഗ്രീൻ കളറാക്കിയിട്ട് അലോയ്സൊക്കെ മാറ്റി മോഡിഫൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി രായൻ്റെ അടുത്തേക്ക് പോവാം. ആടെ രായ, എന്തൊക്കെയുണ്ട്? സുഖം തന്നെ? ഓടോ, എനിക്ക് സുഖമാണ്. എടാ പിന്നില്ലേ, ഇതേ എൻ്റെ വണ്ടിയുണ്ടോ, ഞാൻ വണ്ടി ഒന്ന് മോഡിഫൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടില്ലേ? ആടോ, ഇത് കുഴപ്പമില്ല, നൈസായിട്ടുണ്ട്. പിന്നെ ഞാനല്ലേ മോഡിഫൈഡ് ചെയ്തത്, പിന്നെ നൈസാവാതിരിക്കുമോ? ഇതുണ്ടില്ല, ഞാൻ അവിടെ പച്ച കളറാക്കിയിട്ട് അലോയ്സൊക്കെ മാറ്റിയപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്കങ്ങ് മാറി. അവിടെ നീ ഇങ്ങോട്ട് നോക്ക്, നീ എൻ്റെ വണ്ടി കണ്ടോ? ലംബോർഗിനിയാ? നീ എപ്പോഴും ഇതൊക്കെ എടുത്തേ? അതൊക്കെ എടുത്തു. നമ്മുടെ കയ്യിലൊരു ഇഷ്ടം പോലെ പൈസ ഉള്ളവരും നമുക്ക് വണ്ടിയൊന്നും ഒരു വിഷയമല്ല. അങ്ങനെയാണോ ഗൈസ്? ഇതുണ്ടില്ലേ, രായം പുതിയ ലംബോർഗിനിയൊക്കെ എടുത്തേക്കണു. നീ ഇപ്പോഴും ഈ പേട്ട ഡിഫൻഡർ ഓടിച്ചുകൊണ്ട് നടന്നോ? ഒരു സൂപ്പർ കാറും അല്ലല്ലോ ഇതിൻ്റെ. അങ്ങനെയാണോ? അതെന്തേലും ആട്ടെ. എടാ, നമുക്ക് ഈ വണ്ടിയിലൊരു റൈഡ് പോവാം. അത് കയറ് ഗൈസ്. ഈ വണ്ടി നൈസായിട്ട് കേട്ടോ. പക്ഷേ ഇവന് എങ്ങനെയാണ് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വണ്ടി? ഈ വണ്ടിക്കാണെങ്കിൽ ഒട്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, പുറകിൽ കട എടുക്കാൻ പറ്റുമോ നോക്കാം. ഫ്രണ്ടിൽ കട നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ്. ഇവിടെ കട എടുക്കാൻ പറ്റില്ല. ഇവനിത് എങ്ങനെയാണോ കയറ്റിയേ? നമുക്ക് ഏതായാലും ഇനി എൻ്റെ കയ്യിൽ ഒരു ഐഡിയ കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്താണെന്ന് വെച്ചാൽ വണ്ടി ഇങ്ങനെ ചെരിച്ചെടുത്തിട്ട് ടയർ ഇങ്ങനെ വളച്ചേറ്റാൻ പറ്റുമോ നോക്കാം കേട്ടോ ഗൈസ്. എന്നാലും കയറാനുള്ള കേട്ടോ ഗൈസ്. ഇവനെങ്ങനെയാണ് ഈ വണ്ടി കയറ്റിയത്? ഇപ്പോഴൊന്നും കയറ്റാൻ പറ്റുള്ളൂ. അവിടെ നീ എന്ത് കാണിക്കണം? നീ എൻ്റെ വണ്ടി നശിപ്പിക്കുമോ? ഇല്ലടാ. ഓക്കെ ഗൈസ്, ഞാനിവിടെ വണ്ടി എങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി കുഴപ്പമില്ല, നമ്മൾ റോഡിലോട്ട് ഇറക്കിയ വണ്ടി. എന്നാലും നീ എന്താണ് ചെയ്തത്? ആ വീട്ടിൻ്റെ അകത്തോട്ടൊക്കെ ഈ വണ്ടിയൊക്കെ നീ എങ്ങനെ കയറ്റി? ഇത് ഇറക്കാൻ ഭയങ്കര പാടാണ്. വണ്ടി പുറത്തെങ്ങാനും ഇട്ടാൽ പോരെ? ഒരുത്തം വന്ന് നമ്മുടെ വണ്ടി വണ്ടി ഓടിക്കാൻ വണ്ടി ഓടിക്കും. ആടെ മാറിക്കിടാ അങ്ങോട്ട്. ഇവനൊക്കെ എന്താണ്? ഇവനൊക്കെ ആരാണ് ലൈസൻസ് കൊടുക്കുന്നത്? എൻ്റെ അമ്മോ, അവിടെ ഫ്രാങ്ക്ലിന് നീ എന്ത് പണിയാണ് കാണിച്ചത്? എൻ്റെ വണ്ടി ഡാമേജ് ആയല്ലോ ഗൈസ്. ഇവിടെ ചെറുതായിട്ട് പണി പാളി ഗൈസ്. ഇത് നോക്കിയേ, നമ്മുടെ രായൻ്റെ വണ്ടിയുടെ ബമ്പറൊക്കെ പറഞ്ഞു പോയി. അവിടെ ഫ്രാങ്ക്ലിൻ്റെ മര്യാദയ്ക്ക് എൻ്റെ വണ്ടി റിപ്പയർ ചെയ്ത് തന്നു. ഞാൻ റിപ്പയർ ചെയ്ത് തരാം. ഞാൻ എത്ര പൈസ കൊടുത്ത് മേടിച്ച വണ്ടിയാണെന്നറിയോ? നീ അതോ ഒറ്റ അടിക്ക് നശിപ്പിച്ചേ? ഞാൻ റിപ്പയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞില്ലേ? നീ റിപ്പയർ ചെയ്ത് വേഗം തന്നോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇടിക്കും. നീ എന്നെ ഇടിക്കോ? ഞാൻ റിപ്പയർ ചെയ്ത് തരാം, നീ വെയിറ്റ് ചെയ്യേ. ആകെ ഫ്രണ്ടിലത്തെ ബമ്പർ മാത്രമല്ലേ പോയുള്ളൂ, അതിപ്പോൾ തന്നെ സെറ്റാക്കി തരാം. നീ വെയിറ്റ് ചെയ്യും, ഞാൻ പോയി റിപ്പയർ ചെയ്തിട്ട് വരാം. ഞാനിവിടെ വർക്ക്ഷോപ്പിലേക്ക് എത്തി. എൻ്റെ ഫ്രണ്ടിലത്തെ ബമ്പർ മാത്രമാണ് പോയുള്ളൂ. ബെസ്റ്റ്. ഇപ്പോൾ ബാക്കിലത്തെ കൂടി പോയി. അപ്പോൾ ഞാനിവിടെ മെക്കാനിക് അണ്ണനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, പുള്ളിനെ കാണാനില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അധികം ഡാമേജൊക്കെ ആവാതെ നോക്കണം. ഞാനത് അവിടെ നിന്ന് ഇവിടം വരെ വണ്ടി ഓടിക്കാൻ എടുത്തുള്ളൂ, അപ്പോഴത്തേക്കും വണ്ടി പൊളിഞ്ഞു മൊത്തം. എന്ത് വണ്ടിയാണെന്തോ. അപ്പോൾ ഗൈസ്, രായനേതായാലും വീട്ടിൽ പോയിട്ടുണ്ട്. നമുക്കിനി വീട്ടിൽ കൊണ്ടുപോയി വണ്ടി കൊടുക്കാവിന്. ഞാനിനി ഏതായാലും അവൻ്റെ വീടിൻ്റെ അകത്തോട്ടൊന്നും കയറ്റാൻ പോകാം. നമുക്ക് ഇവിടെ എല്ലായിടത്തും നിർത്താം. ഇനിയും ഡാമേജ് ആയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നന്നാക്കാൻ പൈസ ഇല്ല. അല്ലേ രായന് ഇതെവിടെയാ? ചേട്ടാ, അതെ, ഈ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യണമായിരുന്നു. നീ പുതിയ വണ്ടിയൊക്കെ എടുത്തോ? ചേട്ടാ, ഇത് എൻ്റെ വണ്ടിയല്ലേ, ഇത് എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. ഞാനൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി എടുത്തേ, അപ്പോഴത്തേക്ക് ഇത് ഡാമേജായി. ഒരു ബൈക്കാരൻ വന്ന് ഇതിൻ്റെ അകത്തോട്ട് ഇടിച്ചാൽ. നീ ഒരു 3 മണിക്കൂർ വെയിറ്റ് ചെയ്യും, ഞാൻ റെഡിയാക്കി തരാം. ഓക്കെ ഗൈസ്, ഞാനാണെങ്കിൽ ഇവിടെ ഒരു ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഞാനൊരു വണ്ടി എടുക്കാൻ വന്നതാണ്. സാറേ, വണ്ടി എടുക്കാനാണോ? അതെ ചേട്ടാ. സാറിന് ഏത് വണ്ടിയാണോ ഇഷ്ടമായത്? ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം. ഗൈസ്, ഇവിടെ നമ്മുടെ രായൻ്റെ പോലത്തെ സെയിം ലംബോർഗിനി ഇരിക്കുന്നുണ്ട്. ചേട്ടാ, ഇവിടെ ഇതെല്ലാം നോർമൽ കാറ്. ഇവിടെ ഈ കാറൊക്കെ എല്ലാവരുടെയും ഉള്ളതാണ്. എനിക്കെന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ളൊരു കാറുണ്ട്. സ്പെഷ്യൽ കേട്ടോ? സാറ് ഉദ്ദേശിച്ച് റയറായിട്ടുള്ള എന്തെങ്കിലും കാറല്ലേ? അത് തന്നെ സാറ്. നമുക്കെന്നാൽ മുകളിലേക്ക് അവിടെ ഒരു കാറുണ്ട്. ശരി ചേട്ടാ. ഓക്കെ, നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം. മുകളിലൊരു കാറുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു ഗോൾഡൻ കളർ കാറുണ്ട് കേട്ടോ. ഇവിടെ ഒന്നല്ല, 2 കാറുണ്ട്. നമുക്കിത് ഏതാ കാറെന്ന് നോക്കാം. ഗൈസ്, ഇത് നമ്മുടെ ലംബോർഗിനി ഉറൂസല്ലേ?
ആ അതെ സാറേ, ഇത് ലംബോർഗിനി ഉറൂസാണ്. സാറിന് ഈ വണ്ടി ഇഷ്ടമായോ? ആ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. സാറ് നമ്മുടെ കയ്യിൽ 2 വണ്ടിയാണുള്ളത്. ഇത് ഒറിജിനൽ ഗോൾഡാണ്, മറ്റേത് ഗ്രീനും. ആ ചേട്ടാ, അതെ ഈ ഗോൾഡിന് എത്രയാണ് റേറ്റ് തന്നെ? ഇതിന് എന്നത് 10 കോടിയാണ്. ആ 10 കോടിയാണ്. ആ അത് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഈ ഗ്രീൻ കളറിനോ? അതിന് വെറും 2 കോടിയുള്ളൂ. അതെയോ ഗൈസ്, ഇത് പിന്നെ ഗോൾഡാണ്, അതുകൊണ്ടാണ് ഇത്ര റേറ്റ് തന്നെ. അപ്പോൾ ചേട്ടാ നമുക്ക് ഈ ഗോൾഡ് അങ്ങ് ഫിക്സ് ചെയ്യാം. ഓ ശരി സാറേ. ഓക്കെ, നമ്മൾ ഫോമൊക്കെ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി എടുക്കാം. നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാം. ഓക്കെ ഗൈസ്, ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നൈസാണ് കേട്ടോ. ഓക്കെ, നമുക്കിനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി നൈസാണ് കേട്ടോ ഗൈസ്. ഓക്കെ, ഈ ഗ്രീൻ വണ്ടി നൈസായിട്ടുണ്ട്, പക്ഷേ അത് ഗോൾഡല്ല. നമുക്ക് ഗോൾഡാണ് വേണ്ടത്. നമുക്കിനി രായൻ്റെ മുമ്പിൽ പോയി ഷോ കാണിക്കാം. അവനൊരു ലംബോർഗിനി എടുത്തൊന്നും പറഞ്ഞ് എന്താണ് ഗൈസ് കാണിക്കണേ? എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു അതിനേക്കാൾ സെറ്റപ്പ് വണ്ടി എടുത്ത് അവൻ്റെ മുമ്പ് ഷോ കാണിക്കാം. അപ്പോൾ ഈ വണ്ടി ഇവിടെ നിന്ന് ഇറക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും ഇറക്കാം. ഓ വണ്ടി കുടുങ്ങി. ഇല്ല കുടുങ്ങിയില്ല. ഓക്കെ ഗൈസ്, നമ്മൾ റിവേഴ്സ് എടുത്ത് എങ്ങനെയോ ഇറങ്ങിയുണ്ട്. ഭാഗ്യത്തിന് വണ്ടിക്ക് ഡാമേജ് ഒന്നും പറ്റിയുള്ള. നമുക്കിനി ഈ സൈഡിലേക്കടെ വണ്ടി പുറത്തോട്ട് ഇറക്കാം. അതിൻ്റെ ഡിഫൻഡർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതവിടെ ഇരിക്കട്ടെ. നമുക്കത് പിന്നെ ഒന്ന് എടുക്കാം. ഗൈസ്, നമുക്ക് ഈ വണ്ടി ചെറുതായിട്ടൊന്ന് മോഡിഫൈഡ് ചെയ്യാം കേട്ടോ. ഓക്കെ ഗൈസ്, ഞാനിവിടെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ വണ്ടി എന്തെങ്കിലും ചെറിയ മോഡിഫിക്കേഷൻ ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, അലോയ്സ് അങ്ങ് മാറ്റാം. കളറൊന്നും മാറ്റണ്ട, ഇത് ഗോൾഡ് തന്നെയാണ് നല്ലത്. ഇതൊന്നാമത് ഒറിജിനൽ ഗോൾഡാണ്. ഇവിടുത്തെ ചേട്ടനെ കാണാനില്ല കേട്ടോ ഗൈസ്, പുള്ളി അങ്ങോട്ടാണോ പോയത്? ചേട്ടാ, ഇത് പുതിയ ലംബോർഗിനി ഉറൂസ് അല്ലേ? ആ അതേലോ. ഇത് നൈസ് വണ്ടിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ആ ശരി ചേട്ടാ, എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു ഈ വണ്ടി എടുക്കാൻ, അതുകൊണ്ട് എടുത്തതാണ്. ഓക്കെ, നമ്മുടെ മെക്കാനിക്കേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടാ, നമ്മുടെ വണ്ടി റെഡിയാക്കിയോ? ആ റെഡിയാക്കിയുണ്ട്. ഇതെന്താ കേട്ടോ ഇവിടെ ഇത്ര ആൾക്കൂട്ടം? അതെല്ലാവരും നിൻ്റെ വണ്ടി കാണാൻ വന്നയാ? അങ്ങനെയാണോ? ഓക്കെ, പൈസ ഞാൻ പിന്നെ തരാം കേട്ടോ. ഓ ഗൈസ്, ഇത് കണ്ടില്ലേ, ഇവരൊക്കെ നമ്മുടെ വണ്ടി കാണാൻ വന്ന ആൾക്കാരാണ് കേട്ടോ. നമ്മളേതായാലും ഈ വണ്ടി മേടിച്ചായിരുന്നു ഇവിടെ ഫേമസ് ആയി. കണ്ടോ ഗൈസ്, ഇതിൻ്റെ അലോയ്സൊക്കെ ഞാൻ മാറ്റിയായിരുന്നു. നല്ല മഞ്ഞ കളർ അലോയ്സ് ഇട്ടുണ്ട്. ഇപ്പോൾ കാണാൻ കുറച്ചും കൂടെ ലുക്കായിരുന്നു വണ്ടി. അത് ഓടണാണ്, നല്ല രസമുണ്ട്. അപ്പോൾ ഈ ഇനി നമുക്ക് നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് പോവാം, നമ്മുടെ രായൻ്റെ വീട്ടിലോട്ട്. ഇന്ന് അവൻ്റെ മുമ്പിൽ ഷോ ഇറക്കിയിട്ടുള്ളൂ കാര്യം. അവൻ്റെ ലംബോർഗിനി അവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അവൻ ഹുറാക്കനെ എടുത്തെങ്കിൽ ഞാൻ ദേ ഉറൂസ് എടുത്തിട്ടുണ്ട്. അവനേക്കാൾ വലിയ വണ്ടി നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അവൻ്റെ വണ്ടിയിൽ പിന്നെ 2 പേർക്കാണ് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ വണ്ടിയിൽ ഇഷ്ടം പോലെ അവർക്ക് പോവാം. അപ്പം നമുക്കിനി ആ രായനെ വിളിച്ചു വരുത്തേ അങ്ങോട്ട്. അവിടെ രായ, നീ അവിടെ പോയി കിടക്കുക. എടോ, നീ പുതിയ വണ്ടി അടിച്ചു പറ്റിയോ? അതും ലംബോർഗിനി ഉറൂസ് അടിച്ചു പറ്റിയതോ? കാശ് കൊടുത്ത് മേടിച്ചാ? പോടാ അവിടുന്ന്. ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയ കാശ് കൊണ്ട് മേടിച്ച വണ്ടി അത്. കാശ് കൊടുത്ത് മേടിച്ചോ? അതും നല്ല ഓറഞ്ച് കളറ്. അവിടെ പൊട്ട, ഇത് ഓറഞ്ച് കളറല്ലേ, ഇത് ഗോൾഡനാണ്, ഗോൾഡൻ. 10 കോടി കൊടുത്ത് മേടിച്ചാ. ഓ ഗൈസ്, ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ ഗൈസ്, നമ്മുടെ വണ്ടി കാണാവുന്നതാണ് ഇവരൊക്കെ. കൊള്ളാം. ഏതായാലും ഈ വണ്ടി ഇപ്പം നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ, വേറെ ആരുടെ കയ്യിലും ഇല്ല. ഈ വണ്ടി മേടിച്ചാലും നമ്മളിപ്പോൾ ഇവിടെ ഫേമസ് ആയേക്കാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. രായനൊരു ഹുറാക്ക മേടിച്ചെന്നും പറഞ്ഞാൽ അവൻ എൻ്റെ അടുത്ത് ഷോ കാണിക്കാൻ വരുവാണ്. ഇനി നമുക്ക് ഷോ കാണിക്കാം.